പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. 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 എന്നേരവും സ്തുതി ആരാധന. എന്നേരവും സ്തുതി ആരാധന. എന്നേരവും സ്തുതി ആരാധന. യേശുവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഡുനാമിസ് പവർ മീറ്റിൻ്റെ 9-ാം ദിവസം യേശുക്രിസ്തുവിൻ്റെ സ്നേഹനാമത്തിൽ എല്ലാ ദൈവമക്കളെയും സന്തോഷത്തോടെ ഈ ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഈ കാലയളവിൽ വെളിപ്പെടുത്തുവാൻ സ്വർഗം നൽകിയ ശുശ്രൂഷയോർത്ത് കർത്താവിനെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം ഇന്ന് ഈ ആലയത്തിൽ ഈ ശുശ്രൂഷയിൽ വെളിപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം തളർന്ന ആത്മീയ മേഖലകളെ ഉണർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ടീം ഷെക്കനായിലൂടെ വെളിപ്പെടുത്തി നൽകിയ അതിശക്തമായ ശുശ്രൂഷയായിരുന്നു ഡുനാമിസ് പവർ മീറ്റ്. ആ ശുശ്രൂഷയിൽ അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെട്ടു. പ്രത്യേകിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്, ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത പലരും ഇന്നിപ്പോൾ ലൈവിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദിമ കരിസ്മാറ്റിക് ശുശ്രൂഷയിൽ ഉണ്ടായിരുന്ന അതിശക്തമായ ഉണർവിൻ്റെ അഭിഷേകം ആ ശുശ്രൂഷയുടെ ആദ്യ ദിവസം തന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അത് ഞങ്ങൾക്കൊരു വലിയ ബോധ്യം നൽകിയതാണ്. പരിശുദ്ധാത്മാവ് ഇന്നും സഭയിൽ, പരിശുദ്ധാത്മാവ് ഇന്നും കൂട്ടായ്മയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ്. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശുമ്പോൾ ഏത് തകർന്ന ജനമായിക്കോട്ടെ, ഏത് വിശ്വാസം നഷ്ടപ്പെട്ട ദൈവജനമായിക്കോട്ടെ, അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശുമ്പോൾ അവരുടെ ജീവിതം മാറി മറയുമെന്ന് 100% വിശ്വാസം കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ശുശ്രൂഷയായിരുന്നു ഡുനാമിസ് പവർ റിട്രീറ്റ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി സഭ ഒരുങ്ങുമ്പോൾ 9-ാം ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് മേൽ, സഭയുടെ കൂട്ടായ്മയുടെ മേൽ, ശുശ്രൂഷകരുടെ മേൽ ആത്മാവിൻ്റെ ചൈതന്യം വ്യാപരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. യോഹന്നാൻ 14:12 ആത്മാവേ, യോഹന്നാൻ 3:34 ആത്മാവേ, യോഹന്നാൻ 14:26 ആത്മാവേ, നടപടി 2-ാം അധ്യായം 3-4 വെളിപ്പെട്ട ആത്മാവേ, അപ്പോസ്തല പ്രവർത്തനം 10:44 വെളിപ്പെട്ട ആത്മാവേ, മത്തായി സുവിശേഷം 3:16 വെളിപ്പെട്ട ആത്മാവേ, അപ്പോസ്തല പ്രവർത്തനം 2:18-19 വെളിപ്പെട്ട ആത്മാവേ, അപ്പോസ്തല പ്രവർത്തനം 5:15 വെളിപ്പെട്ട ആത്മാവേ, 19:11-12 വെളിപ്പെട്ട ആത്മാവേ. കർത്താവേ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ശുശ്രൂഷ മേഖലയുടെ മേൽ, ശുശ്രൂഷകരുടെ മേൽ, സഭാമണ്ഡലങ്ങളുടെ മേൽ, തുറന്ന ദൈവജനത്തിന്റെ മേൽ കർത്താവിന്റെ റൂഹ, കർത്താവിന്റെ കാറ്റ്, കർത്താവിന്റെ തീയെ വീശുക.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കുക. യേശുവിന്റെ നാമത്തിൽ നാവിന്റെ കെട്ടുകൾ അടിച്ചുവിടുന്നു. ലൂക്ക 1:64 നാവിന്റെ ബന്ധനങ്ങൾ അടിച്ചുവിടുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയ്ക്കെതിരെ സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകൾ യേശു നാമത്തിൽ അഴിയട്ടെ. യേശു നാമത്തിൽ സങ്കീർത്തനം 118 11 12 വചനത്തിലൂടെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന പാപത്തിന്റെയും നിരാശയുടെയും ആത്മീയ മന്ദതയുടെയും പൈശാചിക പ്രവർത്തനത്തിന്റെയും കാലഘട്ടത്തിന്റെ തിന്മയുടെയും സൈബറിന്റെ തിന്മകളുടെയും പൈശാചിക കെട്ടുകള് യേശുനാമത്തിൽ സങ്കീർത്തനം 118 11 12 അവര് കർത്താവേ, അവരെന്നെ വളഞ്ഞു, തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു. ഞാൻ യേശുവിന്റെ നാമത്തിൽ അവരെ വിച്ഛേദിച്ചു. ഈ വചനത്തിൽ വിച്ഛേദിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ചങ്കു തുറന്ന് യേശുവേ എന്ന് വിളിക്കണം. നാവിന്റെ കെട്ടടിയട്ടെ, ഹൃദയത്തിന്റെ കെട്ടടിയട്ടെ, മനസ്സിന്റെ കെട്ടടിയട്ടെ, ശരീരത്തിന്റെ കെട്ടടിയട്ടെ, കണ്ണിന്റെ കെട്ടടിയട്ടെ, കൈകാലുള്ള ബന്ധനം അടിയട്ടെ. മർക്കോസ് വിശേഷം 5, 7, 8, 9 അടിഞ്ഞു മാറട്ടെ. 9:29 അടിഞ്ഞു മാറട്ടെ. ലൂക്ക 1:21, 25 അഴിയട്ടെ. ലൂക്ക 4:35 അഴിയട്ടെ. മർക്കോസ് 1:25 അടിഞ്ഞു മാറട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആത്മാവേ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കരങ്ങളടിച്ച് പാടി നമുക്ക് ആരാധിക്കാം. കരങ്ങളടിച്ച് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. കൈയടിച്ച് വേണം പോരാ. എസെക്കിയേൽ 21:14 മനുഷ്യപുത്ര, നീ കൈകൊട്ടുക, സംഹാര ഖഡ്ഗം അവരുടെ മേൽ ആഞ്ഞാഞ്ഞ് പതിക്കട്ടെ, ഈ വചനാഭിഷേകം വ്യാപരിക്കട്ടെ. കൈയടിച്ച് വേണം. മഞ്ഞ് പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നും നൽകിടണേ. മഞ്ഞ് പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നും നൽകിടണേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യനില നീ പകർന്നതുപോൽ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യനില നീ പകർന്നതുപോൽ. ആത്മനദിയ ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആത്മനദിയ ഒഴുകണമേ, ആത്മസ്നാനം കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന യേശുവേ. യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ആകാശത്തിന് കീഴെ മനുഷ്യരിടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമാണ് യേശുവിന്റെ നാമം. കർത്താവേ, ഈ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈ നാമത്തിൽ മാനസാന്തരം സംഭവിക്കട്ടെ. ഈ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പൈശാചിക ശക്തികൾ ലൂക്ക 10:18-19 ഇതാ ഇടിമിന്നൽ പോലെ നിവദിക്കട്ടെ. പൈശാചിക കോട്ടകൾ തകരട്ടെ. അശുദ്ധാത്മാവിന്റെ ബന്ധനം അഴിയട്ടെ. ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. അടിമത്ത ചങ്ങലകൾ പൊട്ടട്ടെ. ആധിപത്യ ശക്തികൾ പൊട്ടട്ടെ. ദുർപീഡകൾ അഴിയട്ടെ. അവിശ്വാസ കെട്ടുകൾ അഴിയട്ടെ. വിശ്വാസ രാഗത്വത്തിന്റെ ആത്മാവിനെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. 2 കൊരിന്ത്യർ 4:4 ബന്ധിക്കുന്നു. എഫെസോസ് 2:2 ബന്ധിക്കുന്നു. യോഹന്നാൻ 8:44 ബന്ധിക്കുന്നു. ഹോശേയ 5:4 ബന്ധിക്കുന്നു. ആത്മാവ് ചലിക്കട്ടെ. കൈയടിച്ചു വേണം, കൈയടിച്ചു വേണം, കൈയടിച്ചു വേണം. കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ. ബന്ധനം അഴിയട്ടെ. യേശുനാമത്തിൽ പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, ആമേൻ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ
ബന്ധനമഴിയട്ടെ, ആമേൻ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ കരങ്ങൾ ഉയർത്തി അടിച്ചു വേണം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവേ. പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ, പോകട്ടെ. പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടി ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി പിടിക്കാമോ? ദൈവമക്കളെ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൽപ്പിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന്റെയും എല്ലാ അപ്പോസ്തലന്മാരുടെയും സഭയുടെ കൂട്ടായ്മയില് ദൈവവചനത്തിന്റെ ആധികാരികതയില് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം, യോഹന്നാൻ 1:1 വചനം, യോഹന്നാൻ 6:3 വചനം, മത്തായി 8:16 വചനം, ഈ വചനത്തിന്റെ ശക്തി ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. യെശയ്യാ 66:2 വചനം, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കെ ദൈവവചനം കേൾക്കുന്നവരെ വിറയ്ക്കുന്നത്. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരുടെ കെട്ടപ്പെട്ട കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, കെട്ടപ്പെട്ട മനസ്സുകൾ വിടുവിക്കപ്പെടട്ടെ. വചനം കേൾക്കുവാൻ നടപടി 16:14 യേശുനാമത്തിൽ ഹൃദയം തുറക്കപ്പെടട്ടെ. ലൂക്കാ 24:45 തുറക്കപ്പെടട്ടെ. ബാറൂക്ക് 2:31 തുറക്കപ്പെടട്ടെ. മർക്കോസ് 7:35 തുറക്കപ്പെടട്ടെ. യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന യേശുവേ, അഭിഷേകം ഇറങ്ങട്ടെ. കൃപമേൽ കൃപ വ്യാപരിക്കട്ടെ. യോഹന്നാൻ 1:16 വചനം, നടപടി 6:8 വചനം, നടപടി 6:10 വചനം. വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. കൈയടിച്ചു വേണം, കൈയടിച്ചു വേണം. ഇസ്രായേലിനെ അത്ഭുതകരമാ മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഇസ്രായേലിൻ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. ഈ നിന്ദാസരിൽ വീശും വചനം നൽകണമേ. ആത്മാവേ ജ്ഞാനം നൽകണമേ. ആത്മാവേ വിശുദ്ധി നൽകണമേ. ആത്മാവേ വിശ്വാസം നൽകണമേ. നിറങ്ങണമേ. കൃപയായി വരണേ. കരങ്ങൾ ഉയർത്തി അടിച്ചു വേണം. കരങ്ങൾ ഉയർത്തി അടിച്ച് ഈ അഭിഷേകം ഇറങ്ങട്ടെ. ശരില നീ പകർന്നതുപോൽ സഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരില നീ പകർന്നതുപോൽ ആത്മനദിയാൻ ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയാൻ ഒഴുകണമേ. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദാഹിക്കണം. യോഹന്നാന്റെ സുവിശേഷം 7:37 അങ്ങനെയല്ല വചനം പഠിപ്പിക്കുന്നത്. ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. നാവിനെ വിട്ടുകൊടുക്കണം. ഭാഷാപരമുള്ളവര് ഭാഷാപരത്തിൽ ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അടഞ്ഞ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ദൈവജനമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന സകല പാപത്തെ ഓർത്ത് നമ്മൾ അനുദപിക്കണം, പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം. മത്തായി സുവിശേഷം 4:17 വചനം ഈശോ പറയുക, ആദ്യത്തെ പ്രസംഗം, മനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷം 3:2 അന്ത്യപ്രവാചകം പറയുക, സ്നാപയോഹന്നാൻ, മനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധി അമ്മേ, സഭയുടെ അമ്മേ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി, പരിശുദ്ധി അമ്മ സ്തഫാനോ ഗോപിക്ക് കൊടുത്തൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇതാണല്ലോ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഈ ശുശ്രൂഷകളെല്ലാം അഭിഷേകം ചെയ്യണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ശാന്തമായിട്ടിരിക്കാം. നല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. എനിക്കറിയാം, അവിടെ നിൽക്കുമ്പോൾ തന്നെ വചനത്തിൻ്റെ അഭിഷേകം, കൃപയുടെ അഭിഷേകം. ചില സമയത്ത് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ആത്മാവിൻ്റെ ചലനം, പ്രത്യേകിച്ച് ഷെക്കനായുടെ ഈ അൾത്താരയിൽ ഇവിടുന്ന് പുറപ്പെടുന്നതായി പരിശുദ്ധാത്മ ബുദ്ധി നൽകുന്നു. നിങ്ങൾ വിശ്വസിക്കണം, കണ്ടും മുട്ടി വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ നാമത്തെ വിശ്വസിക്കണം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ പോയി കഴിയുമ്പോൾ ഒരു സഹായകൻ വരും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും യോഹന്നാന്റെ സുവിശേഷം 16:7-8 വചനം. ഞാൻ പോയി കഴിയുമ്പോൾ ഒരു സഹായകൻ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, സഭയെ ബലപ്പെടുത്തുന്നത്, ശുശ്രൂഷകളെ ബലപ്പെടുത്തുന്നത്, പാപം നിറഞ്ഞ കാലഘട്ടത്തിൽ ദൈവജനത്തെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാ. നമുക്കറിയാം, ഈശോ മിശിഹായുടെ ജീവിതത്തിൽ ഈശോ 30-ാമത്തെ വയസ്സിൽ സ്നാനം സ്വീകരിച്ചിട്ട് 3 വർഷക്കാലം മർക്കോസ് 3:13 വചനത്തിലൂടെ അവൻ സ്ലീഹന്മാർ അപ്പസ്തോലന്മാർ തെരഞ്ഞെടുത്തിട്ട് 3 വർഷക്കാലം ജെറുസലേമിലും സിനഗോഗിലും ഏകാന്തതയിലും മലമുകളിലും വിജനപ്രദേശങ്ങളിലും വചനം പഠിപ്പിച്ചിട്ടും അവർ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഈശോയെ തള്ളിപ്പറഞ്ഞു. എന്തിനാ? അന്ത്യത്താഴ സമയത്ത് ഈശോ മിശിഹ 2 കൂദാശ സ്ഥാപിച്ചത്. 1 പരിശുദ്ധ കുർബാന എന്ന കൂദാശയും 2 പൗരോഹിത്യം എന്ന കൂദാശയും. ഈശോ മിശിഹ 2ാം വരവ് വരെ സഭയിൽ തുടരാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ യോഹന്നാൻ 6:66 വചനത്തിലൂടെ മറ്റുള്ളവർ ഈശോ ഉപേക്ഷിച്ചപ്പോൾ പോലും ഈശോടൊപ്പം ചേർന്നവർ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടും അവർ ഈശോയെ തള്ളിപ്പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവജനമേ, പിന്നീട് നമ്മൾ കാണാം, ഉത്ഥാനം ചെയ്ത ഈശോ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വചനത്തിലൂടെ ഉത്ഥാനം ചെയ്ത ഈശോ ഭയപ്പെട്ടിരുന്ന അപ്പസ്തോലന്മാരുടെ നടുവിലേക്ക് വന്ന് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഉത്ഥാനം ചെയ്ത ഈശോ സഭയ്ക്ക് നൽകിയ വലിയ സമ്മാനമായ കുമ്പസാരം എന്ന കുദാശയെക്കുറിച്ച് പറഞ്ഞിട്ട് ഈശോയെ നേരിട്ട് കണ്ടിട്ട് പോലും അവർ ഈശോയെ തള്ളിപ്പറഞ്ഞു. മരിച്ചവരിന്ന് ഉയർപ്പിക്കപ്പെട്ട ഈശോയെ പല പ്രാവശ്യം കണ്ടിട്ടും ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ വലയും വള്ളവും കുടുംബവും ഉപേക്ഷിച്ച് ഈശോ മിശിഹായുടെ പുറകെ ഇറങ്ങിത്തിരിഞ്ഞ പത്രോസ്ലീഹ വീണ്ടും മീൻ പിടിക്കാൻ പോയി. എന്നാൽ ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം. ഈശോ പറഞ്ഞില്ലേ, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കണം. ഇത് ബോധ്യമുള്ള വ്യക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ. ചെതറിപ്പോയ സ്ലീഹന്മാർക്ക് ബലം കിട്ടണമെങ്കിൽ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ, ഈശോ മിശിഹായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഈ അപ്പസ്തോലന്മാർക്ക് ലഭിക്കാൻ വേണ്ടി പെന്തക്കോസ്ത തിരുനാള്, വിളവെടുപ്പ് നാളെന്ന് പറയും. നടപടി പുസ്തകങ്ങളിൽ കാണാം 1-ാം അധ്യായം 14-ാം തിരുവചനം. അവരേക മനസ്സോടെ അവൻ്റെ അമ്മയായ ഒറ്റകേണം അവരേക മനസ്സോടെ അവൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു വെച്ചാൽ ഭയപ്പെട്ടിരുന്ന സ്ലീഹന്മാരെ, തള്ളിപ്പറഞ്ഞ സ്ലീഹന്മാരെ, ഓടിപ്പോയ സ്ലീഹന്മാരെ, പ്രത്യേകിച്ച് ഈശോയെ നിഷ്കരണം തള്ളിപ്പറഞ്ഞവരെ ഒന്നിച്ചു ചേർത്ത് അമ്മ മാതാവിനെ നീലക്കാപ്പിക്കകത്ത് അമ്മ പിടിച്ച് ഒന്നിച്ചു ചേർത്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഈശോ പ്രാർത്ഥന പഠിപ്പിച്ചു. എന്നാൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പരിശുദ്ധ അമ്മയാ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാ വചനം കാണുന്നു, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവർക്ക് ധൈര്യം കിട്ടുക. എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഏത് പ്രാർത്ഥന ചൊല്ലിയാലും, നമുക്ക് കുദാശകളിൽ പോയാലും ശരി, നമ്മൾ വചനം വായിച്ചാലും ശരി, നമ്മൾ നൊവേനയ്ക്ക് പോയാലും ശരി, പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധ കുർബാന നമുക്ക് അഭിഷേകമായി മാറുന്നത്. ഇന്ന് സഭയുടെ ദൈവജനത്തിൻ്റെ പരാജയത്തിന് കാരണം ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന്റെ മങ്ങല. വചനം
ഈശോമിശിഹായുടെ കാൽക്കീഴിലിരുന്ന് ജീവന്റെ വചനം അങ്ങയുടെ കയ്യിലാണല്ലോ എന്ന് പറഞ്ഞു സ്ലീഹന്മാരാ. അത്ഭുതം ചെയ്യുന്നതും അടയാളം ചെയ്യുന്നതും മരിച്ചവരെ ഉയർപ്പിച്ചതും കടലിന് മീതെ നടന്നതും മീനിനെ കൊടുത്തതും കുരുട്ട് കണ്ണു തുറന്നതും ലാസറിന്റെ കബറിടത്തിൽ അത്ഭുതം പ്രവർത്തിച്ചതും നായിനിലെ വിധവയുടെ മകനെ സൗഖ്യപ്പെടുത്തിയതും കുഞ്ഞു പിടിച്ച് 18 വർഷമായി അശുദ്ധാത്മാവ് ബാധിച്ച് ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്ന പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ട മകളെ എഴുന്നേൽപ്പിച്ചതും പിശാചിനെ പുറത്താക്കിയതും മർക്കോസ് സുവിശേഷം 5:1 മുതൽ 14 വരെ വാക്യത്തിൽ ആർക്കും തടയാൻ കഴിയാത്ത വിധം അശുദ്ധാത്മാവ് ബാധിക്കപ്പെട്ടവനെ പിശാചിനെ പുറത്താക്കിയതും നേരിട്ട് കണ്ട അപ്പോസ്തലന്മാർ ഈശോയെ തള്ളിപ്പറഞ്ഞതിന് കാരണം അവരാത്മാവില്ലാത്തതാ. ദൈവജനമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാലൊന്നും ദൈവജനം സഭയിൽ നിൽക്കണമെന്നില്ല. അവർക്ക് പരിശുദ്ധാത്മാവ് വേണം. ആദിമസഭയുടെ രക്തസാക്ഷികളുടെ, നമ്മൾ പറയത്തില്ലേ, രക്തസാക്ഷികളുടെ ചുടുനിണം കൊണ്ടാണ് സഭ പണിയപ്പെട്ടതെന്ന് നമ്മളൊക്കെ പറയുമ്പോൾ ഈ രക്തസാക്ഷിത്വത്തിന് ഇവർക്ക് ധൈര്യം കിട്ടിയത് എന്നറിയാമോ? അവർ പഠിച്ച സൈക്കോളജിയോ അവർ പഠിച്ച പ്രത്യയശാസ്ത്രങ്ങളോ അവർ പഠിച്ച ഫിലോസഫി അല്ല. അവർക്ക് ബലം കൊടുത്തത് മാമോദീസ വഴി, സൈലേവന വഴി അവർക്ക് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവ്. ആത്മാവിനെ നശിപ്പിക്കാനും ശരീരത്തെ നശിപ്പിച്ച് നരകത്തിൽ കൊല്ലാൻ കഴിവുള്ള ദൈവത്തെ ഭയപ്പെട്ട് ദൈവാശ്രയത്തിൽ നിന്നതിന്റെ ഫലമാണ് അവർ രക്തസാക്ഷിത്വത്തിന് തങ്ങളുടെ ശരീരത്തെ വിട്ടുകൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഇന്ന് പരാജയപ്പെടുന്നതിന് കാരണം ഒറ്റ കാര്യമുള്ളൂ: പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ മങ്ങല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ മങ്ങല. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഏത് പ്രാർത്ഥന ചൊല്ലിയാലും സഭയിൽ ശ്രദ്ധിക്കണേ, സഭയുടെ എല്ലാ കൂദാശകളുടെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമാ: പരിശുദ്ധാത്മാവ് നിറയണം. കുദാശകളുടെ കുദാശയായ പരിശുദ്ധ കുർബാനയുടെ ലക്ഷ്യം, കുദാശയ പരിശുദ്ധ കുർബാനയുടെ കർത്താവ് ലക്ഷ്യം വെക്കുന്നത് ആത്മാവ് നിറയണം. അതാണ് സെന്റ് ജെറോം പറയുന്നത്. അതായത് പരിശുദ്ധാത്മാവിന്റെ തീക്കട്ടയാണ് പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം. പരിശുദ്ധ ജപമാല, ഈ ജപമാല ചൊല്ലുമ്പോൾ ഇതിൽ പരിശുദ്ധാത്മാവ് നിറയണം. കാരണം എലിസബത്തിൽ ആത്മാവ് നിറഞ്ഞ് ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 39 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഉദരത്തിൽ ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവ് എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ അമ്മയുടെ നാവിലൂടെ കേട്ട അഭിവാദനത്തിലൂടെ എലിസബത്തും ഉദരത്തിൽ കിടന്ന സ്നാപയോഹന്നാനും ഗർഭത്തിൽ വെച്ച് തന്നെ സ്നാപയോഹന്നാൻ ആത്മാവിൽ നിറഞ്ഞതിന് പിന്നിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സംസാരം. ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കപ്പെടേണ്ട കാര്യം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. അതില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. ഇന്ന് സഭയിൽ ഒരു വലിയ വിശുദ്ധന്റെ തിരുനാളാ. മെയ് മാസം 26-ാം തീയതി എന്ന് പറയുന്നത് കത്തോലിക്ക സഭ കണ്ട ഒരു വലിയ വിശുദ്ധൻ, വിശുദ്ധ ഫിലിപ്പിനേരിയുടെ തിരുനാളാ. ഈ വിശുദ്ധന്റെ പ്രത്യേകത ദൈവത്തിന്റെ സാമീപ്യം. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ അമ്മയുടെ സാമീപ്യം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ, ഫാത്തിമയിലായിക്കോട്ടെ, ലൂർദിലായിക്കോട്ടെ, ഗരബന്താളിലായിക്കോട്ടെ, ലാസലറ്റയിലായിക്കോട്ടെ, അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ വാക്ക്, അമ്മയുടെ പ്രവൃത്തി, അമ്മയുടെ ചലനം, അമ്മയുടെ കണ്ണുകൾ കാണുമ്പോൾ ഇവർ മാനസാന്തരപ്പെടുന്നതിന് അമ്മയുടെ കണ്ണുകളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഫിലിപ്പിനേരിയുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ സാമീപ്യം. അദ്ദേഹം പോകുമ്പോൾ തന്നെ അഭിഷേകത്തിന്റെ ശക്തി, ഹോളി സ്പിരിറ്റിന്റെ വൈബ്രേഷൻ ഇറങ്ങിയിട്ട് ആ സ്ഥലത്ത് ജഡികാസക്തിയിൽപ്പെട്ടവര് അവര് അലറിക്കൊണ്ട് തിന്മ വിട്ടുപോകുമായിരുന്നു. അദ്ദേഹം കയറി കയ്യെ പിടിക്കുമ്പോൾ ജഡികാസക്തി വിട്ടുപോകുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്പർശനം, അദ്ദേഹത്തിന്റെ സാമീപ്യം, ഹോളി സ്പിരിറ്റിന്റെ ചലനമുണ്ടായിരുന്നു. യേശുവിന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 11-12 വചനം. പൗലോസ് അപ്പോസ്തലൻ ധരിച്ചിരുന്ന വസ്ത്രത്തിലെ ഈ വസ്ത്രം, ഈ ടവല്, പൗലോസ് അപ്പോസ്തലന്റെ നെറ്റിയിലെ വിയർപ്പ് തുടിച്ച ഈ ടവല് കൊണ്ട് ഇടുമ്പോൾ അവിടെ അശുദ്ധാത്മാക്കൾ വിട്ടുപോകും. രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഇത്
അവരുടെ ശരീരത്തിന് മേൽ ആത്മാവ് നിറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനങ്ങളുണ്ട് 5-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. പത്രോസ്ലീഹ നടന്നു പോകുമ്പോൾ നിഴലടിക്കുമ്പോൾ പോലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുക. ദൈവമക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ ഹോളി സ്പിരിറ്റ് എന്ന്. ഒന്ന്, കേൾവിയിലൂടെ പരിശുദ്ധാത്മാവ് നിറയും. എന്ത് കേൾവിയാ? വചനം. വേറെ കഥ പറയുമ്പോഴല്ല, സിനിമാ കഥ പറയുമ്പോഴോ, ലോകകാര്യങ്ങളോ പൊളിറ്റിക്കലോ പറയുമ്പോഴല്ല, സഭാ തർക്കങ്ങൾ പറയുമ്പോഴല്ല, ദൈവത്തിൻ്റെ വചനം. ഈ പിടിച്ചിരിക്കുന്ന വചനം സത്യവചനമാ. ആദിയിൽ വചനമുണ്ടായിരുന്നു, ഈ വചനം ദൈവമായിരുന്നു, ഈ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ഈ വചനം എവിടെ സത്യസന്ധമായിട്ട് പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെ 2 കൊരിന്ത്യർ 2:17 പറയുന്നത് പോലെ ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യാതെ വചനം പ്രഘോഷിക്കുന്നുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടാകും. അവിടെയാണ് മാനസാന്തരങ്ങൾ സംഭവിക്കുന്നത്, അവിടെയാണ് അടയാളങ്ങൾ സംഭവിക്കുന്നത്, അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നതെന്നറിയാമോ? പത്രോസ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു. വചനപ്രഘോഷണങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നിറയും. ദൈവാഭിഷേകമുള്ളവരുടെ നാവിലൂടെ പരിശുദ്ധാത്മാവ്. ഇതിനൊട്ട് മുമ്പ് ബ്രദർ സന്തോഷ് കരിമത്ര ബ്രദർ പറഞ്ഞില്ല, ഇന്ന് മുഴുവൻ പറഞ്ഞത് 1 മണിക്കൂർ അനുതാപത്തെക്കുറിച്ച് പറഞ്ഞത് നാവിനെ കുറിച്ച. ജെറമിയ 15:19 വില കെട്ടത് പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞാൽ നിന്റെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലെയാകുമെന്നുള്ള ദൈവവചനം അടിസ്ഥാനത്തിൽ വചനം നാവിലുണ്ടെങ്കിൽ, സങ്കീർത്തനം 119:11 വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ, വചനം ശരീരത്തിലുണ്ടെങ്കിൽ, വചനം കണ്ണുകളിലുണ്ടെങ്കിൽ, വചനം മനസ്സിലുണ്ടെങ്കിൽ, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാനത് കണ്ടിട്ടുണ്ട് കണ്ണുകൊണ്ട്, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൈശാചിക ശക്തികൾ അടിമപ്പെട്ടവര് അവരിൽ നിന്ന് അലറിക്കൊണ്ട് അവരെ തള്ളി വീഴ്ത്തിക്കൊണ്ട് പിശാചി വിട്ടുപോകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ട് തൊട്ടിട്ട് പോലുമില്ല, 10-50 അടി അകലത്തിൽ നിന്ന്. അതാണ് വചനത്തിന്റെ ശക്തി. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ആത്മാവ് നിറയണമെങ്കിൽ ദൈവമക്കളെ ഈ അധരത്തിൽ വചനം വേണം, ഈ അധരത്തിൽ വചനം വേണം. 2-ാമത്തെ കാര്യം എന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിറയാൻ, അതായത് നമ്മൾ തുറന്നു പറഞ്ഞല്ലോ, സാമീപ്യം. ആത്മാവ് നിറഞ്ഞ് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വിശുദ്ധ ജോസഫ് കുപ്പൂർത്തിനൊക്കെ വരുമ്പോൾ അവിടെ തിന്മയുടെ ശക്തി വിട്ടുപോകും. 3-ാമത്തെ കാര്യം ഇതാണ്, അതായത് നമ്മുടെ ദൈവമക്കളെ ആത്മാവിൻ്റെ കൃപ നിറഞ്ഞ വ്യക്തികളെ കൈവെക്കുമ്പോൾ അതെല്ലാവരെ കൊണ്ട് കൈവെപ്പിക്കരുത്. കൃപയുടെ അഭിഷേകമുള്ള ദൈവദാസന്മാരെ കൊണ്ടും വൈദികരെ കൊണ്ടും ശിരസിൽ കൈവെപ്പ് മേടിക്കുമ്പോൾ 2 തിമോത്തി 1:7 അഭിഷേകം പകരപ്പെടും. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഇങ്ങനെ ചത്തുചതഞ്ഞിരിക്കേണ്ടവരല്ല. നമ്മൾ ഉണരണം. നമ്മളെ ഉണർത്താൻ പരിശുദ്ധാത്മാവിന് പറ്റും. എഫെസോസ് 3:20 നീ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതിനപ്പുറം ചെയ്തു തരാൻ കഴിവുള്ളയാളാണ് പരിശുദ്ധാത്മാവ്. എത്ര തിന്മ പ്രബലപ്പെട്ടാലും അതിനെ കൊടുങ്കാറ്റ് ചുഴറ്റി എറിയുന്നത് പോലെ കർത്താവിൻ്റെ റൂഹ, കർത്താവിൻ്റെ കാറ്റ്, കർത്താവിൻ്റെ അഗ്നി, കർത്താവിൻ്റെ ഫയർ, കർത്താവിൻ്റെ തീ ഇറങ്ങിയാൽ അതിനെ കടപുഴുകിയെറിയും. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ഡുനാമൈസ് പവർ മീറ്റിന്റെ 9-ാമത്തെ ദിവസം ഈ ഷെക്കന ടെലിവിഷന്റെ ഫ്ലോറിൽ കഴിഞ്ഞ മണിക്കൂറുകളായി, ഏകദേശം 10-13 മണിക്കൂറായി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ലോകത്തിലെ സഭയ്ക്ക് വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടി, യുവതി-യുവാക്കന്മാർക്ക് വേണ്ടി, തളർന്ന ശുശ്രൂഷകർക്ക് വേണ്ടി പരിശുദ്ധാത്മാവേ, പുതിയൊരു പെന്തക്കോസ്ത് അഭിഷേകത്തിനു വേണ്ടി, 2-ാമത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി, ദൈവജനത്തെ ഉണർത്തുവാൻ വേണ്ടി സ്വർഗമൊരുക്കിയിരിക്കുന്ന ഈ 40 ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ മേൽ, അവരുടെ കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ, അവർ യുവതിവാക്കന്മാരായിക്കോട്ടെ, പഠിക്കുന്നവരായിക്കോട്ടെ, അവരുടെ മേൽ ആത്മാവ് ചലിക്കട്ടെ. 2 കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി വിളിക്കട്ടെ, യേശുവേ,
സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പോരാ, പോരാ ദൈവമക്കളെ, സ്തുതിക്കണം. ദാ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങുക. കർത്താവേ, ഹൃദയം നുറുങ്ങിയവരെ ദൈവമേ സ്പർശിക്കണമേ. സ്തുതിക്കട്ടെ, ഭാഷ സ്തുതിക്കട്ടെ. നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം, പാടി ദൈവത്തെ ആരാധിക്കാം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവിന്റെ ചലനം, പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഉന്നത ശക്തി, ഉന്നത ശക്തി, ഉന്നത ശക്തി, ഉന്നത ശക്തി. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 9-ാം തിരുവചനത്തിലെ ഇരട്ടി പങ്ക് അഭിഷേകം ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പോരാ, എല്ലാ മക്കളും കരഞ്ഞു പ്രാർത്ഥിക്കണം. ലോകത്തിനു വേണ്ടിയല്ല, ലോക കാര്യത്തിനു വേണ്ടിയല്ല, ഭൗതികതയ്ക്ക് വേണ്ടിയല്ല. ലൂക്കാ 11:13 തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകത്തില്ലേ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവ് ചൊലിക്കട്ടെ. കൈയടിച്ചു പോടാം, കൈയടിച്ചു പോടാം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ചൊരിയണമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ചൊരിയണമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ. 2 കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി, ആത്മാവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഡുനാമിസ് പവർ റിട്രീറ്റിൻ്റെ ഈ 9ാമത്തെ ദിവസത്തെ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുകയാണ്. തുടർന്ന് പെന്തക്കോസ്ത തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കം. ഈ കഴിഞ്ഞ 13 മണിക്കൂറുകളായിട്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച ഈ കാലഘട്ടങ്ങളിൽ പെന്തക്കോസ്തായുടെ ഒരു അഭിഷേകം നഷ്ടപ്പെട്ടു പോയ സഭയുടെ വിവിധ ശുശ്രൂഷകളെയും വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സംഭവിച്ച അപജയങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ച് അനുദപിച്ച് നാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു വരവിന് വേണ്ടി ഒരുങ്ങുന്ന നിമിഷങ്ങൾ. ഈ ഡുനാമിസ് പവർ റിട്രീറ്റിലൂടെ ആദിമസഭയിലുണ്ടായിരുന്ന ആ അഭിഷേകത്തിൻ്റെ ഇരട്ടി ശക്തിയോടെ യുഗാന്ത്യ സഭ ഒരുങ്ങുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ ഡുനാമിസ് പവർ റിട്രീറ്റും ഈ 40 മണിക്കൂർ ആരാധനയുമൊക്കെ. യുഗാന്ത സഭയിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാൽ വലിയ ശക്തി പ്രാപിക്കണം. തിരുവചനം ഇപ്രകാരം പറയുന്നില്ലേ, പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാനുഷികമായ നിങ്ങളുടെ കഴിവുകൾ കൊണ്ടോ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പല കൃപകൾ കൊണ്ടൊക്കെയാണ്. ഈ കാലഘട്ടത്തിൽ അതിശക്തമായ ശുശ്രൂഷകൾ ചെയ്യണമെങ്കിൽ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തിയാക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് കൂടിയേ പറ്റുകയുള്ളൂ.
ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം പറയുന്നുണ്ട്, പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കണമെന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശിഷ്യന്മാർക്ക് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വലിയ പ്രാർത്ഥനയും ആഗ്രഹവും. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ദൈവരാജ്യത്തിലേക്ക്, ഈ സ്വർഗീയ സമ്മാനത്തിലേക്ക്, നിത്യജീവനിലേക്ക്, ഈ മഹത്വത്തിലേക്ക് കടന്നു വരാൻ തൻ്റെ എല്ലാ മക്കളെയും അവിടുന്ന് ക്ഷണിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ നമുക്കൊന്നും ചെയ്യുവാനോ ഈ നിത്യജീവൻ പ്രാപിക്കുവാനോ കഴിയുകയില്ല. അപ്പോസ്തല പ്രവർത്തനം 1:8 പറയിപ്പിക്കുന്ന പോലെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വഴി നിങ്ങൾ ശക്തി പ്രാപിക്കും, അപ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകും. ഈ ശക്തി പ്രാപിക്കുന്നവർ സാക്ഷ്യം നൽകാനായിട്ട് കർത്താവ് പ്രത്യേകം ഒരുക്കുകയാണ്. അതുകൊണ്ട് ഈ ഡുനാമിസ് പവർ റിട്രീറ്റും ഈ പെന്തക്കുസ്ത ഒരുക്കങ്ങളും ഈശോ 40 ദിവസങ്ങൾ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ആയിരുന്നുകൊണ്ട് അവരോടൊപ്പം പ്രാതൽ കഴിച്ചും അവർക്ക് പല സമയം പ്രത്യക്ഷപ്പെട്ടും പരിശുദ്ധ കുർബാന അർപ്പിച്ചും അവരോട് തന്നെ വിശ്വസിക്കാത്തതിനെക്കുറിച്ചും അവരുടെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ചുമൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈശോയുടെ കൂടെ ആയിരുന്നു. എന്തുകൊണ്ടാണ്? ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നീണ്ട ഒരുക്കം അതിനാവശ്യമുണ്ട്. ആദിമസഭയിലുണ്ടായിരുന്നവർ, പെന്തക്കോസ്തായുടെ നാളുകളിൽ അപ്പസ്തോലന്മാർ എന്ത് ചെയ്യണം? അവർ സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിയുകയായിരുന്നു. അതുകൊണ്ട് നേതൃത്വത്തിലായിരിക്കുന്നവർ, ശുശ്രൂഷകളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ശുശ്രൂഷകൾ നടത്തുന്നവർ, വിശ്വാസ പരിശീലകർ, സെമിനാരി വിദ്യാർത്ഥികൾ, സന്യസ്ത പരിശീലനത്തിലായിരിക്കുന്നവർ, സമർപ്പിതർ, വൈദികർ, അൽമായി ശുശ്രൂഷകരൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ധാരാളം പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ ഡുനാമിസ് പവർ റിട്രീറ്റ് പറയുന്ന പോലെ ഉണർവിൻ്റെ ഉന്നതമായ ഒരു ശക്തി സ്വീകരിക്കാൻ വേണ്ടി വലിയ കാത്തിരിപ്പുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് മുഖേന കർത്താവ് പഠിപ്പിക്കുകയാണ്, പാപകരമായ എല്ലാത്തിൽ നിന്നും, എല്ലാ തിന്മയിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുവിൻ, പൂർണ്ണമായും കർത്താവിൻ്റെ നിയന്ത്രണത്തിലായിത്തീരണം. അങ്ങനെ നിയന്ത്രണത്തിലാകുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാകുന്ന ഒരു വ്യക്തി പിന്നീട് ഒരിക്കലും പാപം ചെയ്യുന്നില്ല. ഈ പെന്തക്കോസ്തായിലൂടെ യുഗാന്തി സഭയിലെ അംഗങ്ങളായിരിക്കും നമ്മൾ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള നമ്മൾ എന്ത് ചെയ്യണം? പാപം ചെയ്യാതെ ദൈവസന്നിധിയിൽ അഭിഷേകം ഓരോ നിമിഷവും പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 14:12 പഠിപ്പിക്കുന്ന പോലെ, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറയുന്ന ഒരു സഭ വലിയ അഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷകൾ, തിന്മയെ ചെറുക്കുവാൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൻ്റെ 7-ലും 6-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും കാണുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്ത് ഉപവസിച്ച് കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 13-ാമത്തെ അധ്യായത്തിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയക്കുന്നു. എന്ന് പറഞ്ഞാൽ വിവിധ ശുശ്രൂഷകൾക്കായിട്ട് പ്രിയപ്പെട്ട സന്തോഷ് ബ്രദർ പറയുകയായിരുന്നു, അതിൻ്റെ ഒരു ആവർത്തനം, ഇനിയൊരു പുതിയ തലമുറയെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് ആദ്യം കടന്നു വരുന്നില്ല. അത് സഭയുടെ വലിയൊരു വേദനയാണ്, ശുശ്രൂഷകളുടെ, പ്രാർത്ഥനാ കേന്ദ്രങ്ങളുടെയൊക്കെ. കൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയുന്നവർ എന്ത് ചെയ്യണം? വലിയ സൗഖ്യങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് ഈ വചനം സ്ഥിരീകരിക്കപ്പെടണം. കൊണ്ട് ചെയ്യേണ്ടതാണ് ഇതിനേക്കാൾ വലിയവ. ഞാൻ നിങ്ങളുടെ സഹായകനെ അയക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും നിങ്ങൾ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 10:35 പറയുന്നുണ്ട്, ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. ഈശോയോട് നാം ചോദിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് അവരെല്ലാം ദൈവങ്ങൾ എന്ന് വിളിക്കുന്നത്? ആരാണ് ഈ ദൈവങ്ങൾ? യോഹന്നാന്റെ സുവിശേഷം 10:35 പഠിപ്പിക്കുന്ന പോലെ ആരെയാണോ ദൈവങ്ങൾ എന്ന് വിളിക്കുന്നത്?
ഇത് മനുഷ്യന് എങ്ങനെയാണ് സാധ്യമാകുന്നത്? മനുഷ്യനെ എങ്ങനെയാണ് ദൈവങ്ങളെന്ന്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ഇവയേക്കാൾ വലിയവയും ചെയ്യുന്നവരായിട്ട്, വലിയ അഭിഷേകം സ്വീകരിക്കുന്നവരായിട്ട്, വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നവരായിട്ട് തോമസ് ബ്രദർ പറഞ്ഞ പോലെ ഫിലിപ്പ് നേരി എന്ന് പറയുന്ന പുണ്യവാളൻ്റെ പ്രാർത്ഥനകൾ, ആനന്ദത്തിനും ഉല്ലാസത്തിനുമായിട്ട് ഈ വിശുദ്ധൻ ഒരു തമാശക്കാരനായ വിശുദ്ധൻ എന്നാണ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധനെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്. കുട്ടികളോടൊപ്പം വലിയ പണ്ഡിതനാണ്, പക്ഷെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയൊക്കെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അവരോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ഈ പുണ്യവാളൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു. ഒരു ദൈവത്തെ പോലെ തന്നെയാണ് ആളുകൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെയത്? മനുഷ്യനിത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ, കാരണം എന്താണ്? മനുഷ്യനിത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ലത്, അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുള്ള ഒരു വ്യക്തികൾക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കറിയാം പിശാചിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവർ, അവരുടെ പ്രവർത്തികൾ മൂലം നമുക്കറിയാം അവർ പിശാചി തന്നെയാണ്. പൈശാചികമായ അരൂപിയോടുകൂടി പല കാര്യങ്ങളും ചെയ്യുന്നവരെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന നമ്മൾ പറയാം ശക്തി പൈശാചിക ശക്തിയാണെങ്കിൽ അവർ പിശാചി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ദൈവീകമായ ലക്ഷ്യത്തോടുകൂടി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്നവരും ദൈവം കൽപ്പിക്കുന്നവയെ ചെയ്യുന്നതിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവസമാനമായ ക്രിസ്തുവിൻ്റെ അതേ ചൈതന്യത്തോടു കൂടിയുള്ള ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് ഒരു കുടുംബത്തോട് ചേർന്നുള്ള ജീവിതമാണെങ്കിലും അവിടെയും കർത്താവ് ഇതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീന വലയത്തിലാകാനായിട്ട് ഈ ഡുനാമൈസ് പവർ റിട്രീറ്റും ഈ പെന്തക്കോസ്ത ഒരുക്കവുമൊക്കെ നമ്മെ ആഹ്വാനം ചെയ്യുക. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുടുംബങ്ങളിലായിരുന്നു കൊണ്ട് ഈ കഴിഞ്ഞ 9 ദിവസങ്ങളായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുവാൻ ഏറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് പരിശുദ്ധ അമ്മയോടൊപ്പം ഏക മനസ്സോടെ. കാരണം എന്താ? വചനം പറയുന്നില്ലേ, അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന് പറഞ്ഞ് വേറെ ഒന്നും അവരുടെ മനസ്സ് ചിന്തയില്ല. അവർ സദാസമയവും പരിശുദ്ധാത്മാവിന് വേണ്ടി ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൽ നിറയുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. സാംസന്റെ ന്യായാധിപന്മാരിൽ ശക്തനായ വലിയ ധീരനായിരുന്ന ശക്തനായിരുന്ന സാംസൺ പറയാണ്, തൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഇവിടെ ഈ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ വലിയ ശുശ്രൂഷകൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ വ്യക്തികളിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നത്? നമ്മൾ ഈ ഡുനാമിസ് പവർ റിട്രീറ്റും പെന്തക്കോസ്തായുടെ ഓരോ വർഷവും നടക്കുന്ന 2022-ലും 2021-ലും ഒക്കെ പെന്തക്കോസ്തായുടെ നാളുകളിൽ പ്രത്യേകമായിട്ട് തൻ്റെ സ്വഭയിലെ മക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടി പല ധ്യാന കേന്ദ്രങ്ങളിൽ, പല ദേവാലയങ്ങളിൽ, പല ശുശ്രൂഷ സ്ഥലങ്ങളിലൊക്കെ ഇപ്രകാരം ഈ ഒരുക്കം നടത്തിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവരിൽ എന്തുകൊണ്ടാണ് ഈ ആത്മാവ് വിട്ടുപോകുന്നത്? വളരെ ലളിതമായി നമുക്ക് തന്നെ അറിയാം. കാരണം തിന്മയുടെ സ്വാധീന മേഖലയിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ട്, എന്നാൽ ഈ ആവാസമില്ല. പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയിലുണ്ട്. സ്ഥൈര്യലേപനത്തിലൂടെ മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയിലുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമില്ല. പല തിന്മയുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് അനുതപിക്കാതെ ഹൃദയം കഠിനമാക്കി പാപത്തിൽ വീണുപോയിട്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞു വരാതെ അനുതാപമില്ലാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിച്ച് ഒരു ആത്മീയ മരണത്തിന് തന്നെ കാരണമായി തീരുന്നു അനേകം മക്കള്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ കർത്താവ് പറയുന്നുണ്ട്, മാനസാന്തരപ്പെടുക, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദാഹിച്ച്. നമ്മൾ പ്രിയപ്പെട്ട ബ്രദർ പറഞ്ഞതുപോലെ അതെന്തുകൊണ്ടും വചനം കൊണ്ട്, കേൾവി കൊണ്ട്, വചനങ്ങൾ കേട്ട്, വചനങ്ങൾ ഭക്ഷിച്ച്, വചനം ആവോളം രുചിച്ചറിഞ്ഞ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുക. അത് ഈ ഒരു ദിവസം മാത്രം നടക്കേണ്ട കാര്യമല്ല, എന്നും പരിശുദ്ധാത്മാവിനോടുള്ള ഒരു സംസാരത്തിലായിരിക്കുക. ആത്മാവ് അവനെ ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ അവർ ബലപ്പെടുത്തുകയാണ്.
അത് ഓരോ ദിവസവും സഭയിൽ ഇത് നടന്നു. ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ പ്രാപിക്കുന്ന വിജാതിയർക്ക് ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയുവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയിലായിരിക്കുന്നവരും പരിശുദ്ധാത്മാവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കരുതിയിരിക്കുന്നവരും എന്തു ചെയ്യണം? ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയണം. വീണ്ടും വീണ്ടും അവരെ എല്ലാം അയക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക്. ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് പീലിപ്പോസിനെ കർത്താവ് അയക്കുന്നത്. എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ വചനം വായിച്ചിട്ട് അതിൻ്റെ വ്യാഖ്യാനമൊന്നും മനസ്സിലാക്കാതെ പോകുമ്പോൾ ആ എത്യോപ്യക്കാരൻ്റെ പക്കലേക്ക് ഫിലിപ്പോസിനെ വലിയൊരു കൺവെൻഷന് വേണ്ടിയൊന്നുമല്ല അയക്കുന്നത്. 3000 പേരെയും 5000 പേരെയും ഒന്നും മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയല്ല ഫിലിപ്പോസിനെ കർത്താവ് ചില സമയത്ത് അനോയിന്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ഒരു അഭിഷേകത്തിനായിട്ട് സഭ മുഴുവൻ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ശുശ്രൂഷകര്, വചനം പ്രസംഗിക്കുന്നവർ, സമർപ്പിതര്, വൈദികരെല്ലാം, ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസ പരിശീലകരെല്ലാം ഈ ഒരു അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നിറഞ്ഞവർ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തവര്, പരിശുദ്ധാത്മാവിനാൽ എല്ലാ ജോലികളും ചെയ്യുന്നവർ. എത്യോപ്യക്കാരൻ്റെ പക്കലേക്ക് കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുകയാണ് 26-ാമത്തെ വാക്യത്തിൽ 8-ാം അധ്യായം, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗസായിലേക്കുള്ള പാതയിലെത്തുക. അതൊരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു എന്ന് പറഞ്ഞാൽ 4 മുതൽ 7 വരെയുള്ള വാക്കുകളിൽ 8-ാം വാക്യങ്ങളിൽ പറയാണ്, ചിതറിക്കപ്പെട്ടവർ അവൻ ഫിലിപ്പോസ് സമരിയായിലെ നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങളിൽ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. ഇവിടെ ഒരു വലിയ ശുശ്രൂഷ ചെയ്ത ഈ ഫിലിപ്പോസിനെയാണ് കർത്താവ് ഒരു വ്യക്തിയുടെ പക്കലേക്ക് അയക്കുന്നത്. അതെന്താണ്? പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന വ്യക്തിയെ കർത്താവ് വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് അവരെന്ത് ചെയ്യണം? 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പോലെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയാണ് പ്രത്യേകം മാറ്റി നിർത്തി വീണ്ടും അയക്കുന്നത്. അവർ അവരുടെ മേൽ കൈവെപ്പ് വെച്ച് പറഞ്ഞയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നത്? ഈ കാലഘട്ടത്തിൻ്റെ അപകടങ്ങളാണ് നമുക്കറിയാം. 2 തിന്മകൾ, അത് നമ്മളെപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്നതാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2:13 ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിക്കുന്നു. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, ഈ ലോകസുഖങ്ങൾക്ക് വേണ്ടി, ചില നിസ്സാരമായ ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടി, ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടി ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ അവർ ഉപേക്ഷിക്കുന്നു. എന്നിട്ടോ ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുന്നു. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആളുകൾ പല വഴികളിലേക്ക് ഓടുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവൻ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവൻ നിങ്ങൾക്ക് തരും. ഓരോ കാര്യത്തിലും കൃത്യമായ ആലോചനയും കൃത്യമായ ഗൈഡൻസും ഈ പരിശുദ്ധാത്മാവ് വഴി തരും. പക്ഷേ ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ യാത്രയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സഭ ഒരു വിശുദ്ധീകരണം സംഭവിക്കണം, ഒരു വലിയ മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഓർക്കുകയാണ്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങളിവിടെ ഇരിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയൊരു അഭിഷേകം സഭയിലുണ്ടാകാൻ വേണ്ടിയാണ് ഈ പെന്തക്കോസ്തായുടെ ഒരുക്ക ശുശ്രൂഷകൾ നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കാൻ, പരിശുദ്ധാത്മാവിനെ കിട്ടാതെ കിടക്ക് വിട്ട് എഴുന്നേക്കരുത്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാതെ കിടക്ക് വിട്ട് പുറത്തേക്ക് യാത്രയാകരുത്. പരിശുദ്ധാത്മാവിനോട് ചോദിക്കാതെ നമ്മൾ മുന്നോട്ട് ഇറങ്ങരുത്. കാരണം ഇത് നമുക്കറിയാം, ഇത് സമരസഭയാണ്. വിജയസഭയിൽ എത്തിച്ചേർന്നവരെല്ലാം ഈ പരിശുദ്ധാത്മാവിനോട് ആലോചന നടത്തി, പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തി സ്വീകരിച്ച്, പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രചോദനമനുസരിച്ച് സന്ധ്യാപ്രാർത്ഥനകൾ ചെല്ലിയും ഞായറാഴ്ച ആചരിച്ചും സാപത്തിന് വേണ്ട രീതിയിൽ അതിനെ ചവിട്ടി മെതിക്കാതെ സാപത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ടും ദൈവകൽപ്പനകളും സഭയുടെ തിരുസഭയുടെ കൽപ്പനകളും പ്രമാണങ്ങളുമൊക്കെ കൃത്യതയോടെ പാലിച്ച്, നിയമാവർത്തനം 28 നമ്മൾ കാണുന്നത് പോലെ ഈ കൽപ്പനകളൊന്നും അണുവിട വ്യതിചലിക്കാതെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി ചെയ്ത് അവർ ഈ വിജയസഭയിൽ എത്തിച്ചേർന്നവരാ. അവരാണ് സ്വർഗത്തിലെ വിശുദ്ധരെന്നും എൻ്റെ ദൈവങ്ങളെന്നുമൊക്കെ യോഹന്നാൻ സുവിശേഷം 10:35 നമ്മൾ കാണുന്നത്. കാരണം എന്താ? അവൻ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു.
കാരണം അവർ ഈ സമരസഭയിൽ കിടന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയവരാ. നമ്മളിൽ പലരും പെട്ടെന്ന് നിരാശരാകുന്നവരും തകർന്നു പോകുന്നവരും പിന്നീട് ഒരു വാർഷിക ധ്യാനോ വേറെ ധ്യാന കേന്ദ്രത്തിൽ പോയൊരു ധ്യാനമോ പ്രാർത്ഥനയോ കഴിഞ്ഞിട്ടാണ് ഇനി അതുവരെ കാത്തിരിക്കുകയാ തകർന്നടിഞ്ഞ മനസ്സുമായിട്ട്. ഇതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13 കാണുന്നത്. ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയുക പ്രിയപ്പെട്ടവരെ. എപ്പോഴാണോ ഒരു ശക്തി ചോർന്നു പോകുന്നത്, എപ്പോഴാണോ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നത്, അപ്പോൾ തന്നെ ഓടുക ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലേക്ക്. ഈ അപ്പം ഭക്ഷിച്ച് ഈ സാമീപ്യത്തിൽ ആയിരുന്നു കൊണ്ട് പരിശുദ്ധ കുർബാനയോട് ചേർന്നിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യ സ്നേഹം പറയുന്നതാ, നീ എന്നോട് ചേർന്നിരിക്കുക. മറഞ്ഞിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ മറഞ്ഞിരിക്കുന്ന എന്നോട് ചേർന്ന് നീയും മറഞ്ഞിരിക്കുക. നിനക്ക് ആവശ്യമായതെല്ലാം എനിക്കറിയാം. ഓരോ സമയത്തും നിനക്ക് വേണ്ടത് എന്താണെന്ന് അത് ഈ പിതാവായ ദൈവം പരിശുദ്ധാത്മാവ് വഴി നമ്മിലേക്ക് വർഷിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത്. നമ്മുടെ ഈ ജീവിതത്തെ അനുഗ്രഹപൂരിതമാക്കുന്നത് പരിശുദ്ധാത്മാവാ. പുറപ്പാടിൻ്റെ പുസ്തകം 14 നമ്മൾ വായിച്ചിട്ടില്ലേ? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അതല്ലേ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ മുഴുവൻ സംഭവിച്ചത്. 3000 പേരുള്ള ഒരു സൈന്യത്തിനെയൊക്കെ നേരിടാനായിട്ട്, അല്ലെങ്കിൽ വെറും 3000 പേരെ കൊണ്ട് ജോഷുവയും ഒക്കെ പല യുദ്ധങ്ങൾ നേരിടുന്നത് ചെറിയ സൈന്യങ്ങളെ കൊണ്ട്. വലിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരെ മക്കബായരുടെ പുസ്തകത്തിലൊക്കെ യുദ്ധത്തിൽ നേരിടുന്നത്, ലക്ഷക്കണക്കിന് പടയാളികളെയും തേരാളികളെയും നേരിടുന്നത് കർത്താവിൻ്റെ ചെറിയ സൈന്യം കൊണ്ട്. കാരണം എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഒരു ആത്മീയ ശാന്തത നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ വേണം. ലോകം മുഴുവൻ വലിയ ബഹളത്തിലേക്ക് പോകുകയാണ്. ലോകം മുഴുവൻ വലിയ സംഘർഷത്തിലേക്കും ആവേശത്തിലേക്കും സമരങ്ങളിലേക്കും വലിയ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വലിയ ആശങ്കയായി മാറിയിരിക്കുക മാതാപിതാക്കൾക്ക് കുട്ടികളെക്കുറിച്ച്. ഇപ്പം +2 റിസൾട്ട് വന്ന ദിവസമാണ് ഇന്ന്. കേരള സിലബസിൽ വലിയ അസ്വസ്ഥതയാ. എന്ത് കോഴ്സിന് വിടും? ഈ ലോകത്തിനനുസരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ കിട്ടുന്നത്, പെട്ടെന്ന് ജോലി കിട്ടുന്നതായ ജോലി മക്കളിലേക്ക് ഈ ഒരു സന്ദേശം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ച്, അതായത് ശിഷ്യന്മാരെ സ്ഥലത്തേക്ക് യാത്രയാക്കുന്ന പോലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയുക. അവരെക്കുറിച്ച് ജെറമിയായുടെ പുസ്തകത്തിൽ നമ്മൾ 29:11 കാണുന്ന പോലെ, നിങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയണം. ഓരോ കുഞ്ഞിനെക്കുറിച്ചും, ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഓരോ മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് നീയും ഈ കർത്താവ് ഈ മക്കളുടെ കാര്യം നോക്കിക്കൊള്ളുമെന്നുള്ള വിശ്വാസം സമരസഭയിൽപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വാസമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയാണ് ദാഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഉപവസിച്ച് കഴിയേണ്ടത്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയുന്ന വ്യക്തി, പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ള ഒരാത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നിറഞ്ഞ ഒരു വ്യക്തി, പിന്നീട് കർത്താവ് അവന് പരിചയമായി മാറും. ഉൽപ്പത്തിയുടെ പുസ്തകം 15:1 പറയുന്ന പോലെ, അവൻ നിനക്ക് പരിചയമായിരിക്കും. എല്ലാ രീതിയിലും പരിശുദ്ധാത്മാവ് നിനക്ക് സംരക്ഷണമായി തീരും. അതാ ഈ ഡുനാമിസ് പവർ റിട്രീറ്റിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്ന വലിയ സന്ദേശം ഇതാ. പരിശുദ്ധാത്മാവ് നിനക്ക് പരിചയമായിരിക്കും. ആളുകളെല്ലാം നിന്നെ ആക്രമിക്കുമ്പോൾ, എല്ലാ രീതിയിലും നിനക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വിടുമ്പോൾ, പലതരത്തിലുള്ള ദുശ്ചിന്തകൾ നിന്റെ ശരീരത്തിലേക്ക് അശുദ്ധി കടന്നു വരാതിരിക്കാൻ, പ്രലോഭനങ്ങളും വീഴ്ചകളും കുറവുകളും ഉണ്ടാകുമ്പോൾ അത് പാപത്തിൽ ചെന്ന് അവസാനിച്ച് ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ട് സാംസന്റെ ശക്തി ചോർന്നു പോയതുപോലെ ചോർന്നു പോകാതിരിക്കാൻ ഈ പരിശുദ്ധാത്മാവ് നിനക്ക് പരിചയമായിരിക്കും. നിന്റെ ശുശ്രൂഷകൾക്ക് അത് അഭിഷേകമായി മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കറിയാം, സാവൂൾ എന്ന വ്യക്തിയെ പൗലോസാക്കി മാർക്കിയ പരിശുദ്ധാത്മാവ് തള്ളിപ്പറഞ്ഞ് വീണ്ടും അനുതപിച്ച് വീണ്ടും പഴയ വലയും വഞ്ചിയുമൊക്കെ എടുത്ത് പോയ പത്രോസ് ശക്തനായതുപോലെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം ഈ കാലഘട്ടങ്ങളിൽ. പരിശുദ്ധാത്മാവിന് ആലോചന ചോദിക്കാതെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാകാം.
ശുശ്രൂഷകര് പല പ്രബോധനങ്ങളും സ്വന്തമായ രീതിയിൽ ഈ കാലഘട്ടത്തിന് വേണ്ട രീതിയിൽ പ്രബോധനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾക്ക് ഇമ്പം തോന്നുന്ന, ആളുകൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ സുവിശേഷ പ്രഘോഷങ്ങൾ നടത്തിയും പ്രാർത്ഥനകൾ നടത്തിയും സമ്മേളനങ്ങൾ നടത്തിയും ആളുകളെ കൂടെ നിർത്താൻ വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആളുകളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ അനുതാപത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നയിക്കുന്നൊരു സഭ, അതാണ് പരിശുദ്ധ കത്തോലിക്ക സഭ. സ്നേഹന്മാരെ നയിച്ചതും ആദ്യകാലത്തെ രക്തസാക്ഷികൾക്ക് ധൈര്യം നൽകിയതും പിന്നീട് സഭാപിതാക്കന്മാരിലൂടെ വിശുദ്ധ അപ്രൈമിലൂടെയും വിശുദ്ധ എഫ്രായിമിലൂടെയും ഒക്കെ നമുക്കറിയാം. എല്ലാ അതായി മാറി സ്ലീഹന്മാരിലൂടെ പിന്നീടുള്ള സഭാപിതാക്കന്മാരിലൂടെയെല്ലാം ക്രിസോസ്റ്റത്തിനെയും അതുപോലെ അക്വിനാസെ പോലുള്ള വലിയ ശക്തരായ ദൈവശാസ്ത്രജ്ഞരിലൂടെ അഗസ്തിനോസ് എന്ന് പറയുന്ന വലിയ പണ്ഡിതനായ പാപികളിൽ പാപിയായിരുന്ന ഒരുവൻ വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ മുഴുവൻ മാറ്റിവെച്ച് അനേകം ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ച ഈ അപ്പസ്തോലന്മാരെയും ഈ സ്ലീഹന്മാരെയും ഈ വിശുദ്ധരെയൊക്കെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ഇവർക്കെല്ലാം പരിചയം, കാവലും കോട്ടയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഡുനാമിസ് പവർ റിട്രീറ്റ് എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ഒരു ശക്തി സ്വീകരിക്കാനുള്ള ഒരു അവസരമാണ്. ഈ പെന്തക്കോസ്തായുടെ ഒരുക്കമായിട്ടുള്ള 40 മണിക്കൂർ ആരാധന ഈ 10:30 ശേഷം വീണ്ടും ഇത് തുടരുകയാണ്. 10:30 മണിക്ക് ശേഷം ഈ ഡുനാമിസ് പവർ റിട്രീറ്റിൻ്റെ ഈ 9ാമത്തെ എപ്പിസോഡ് പൂർത്തിയായിട്ട് നാളെ രാത്രി 12 മണി വരെ പൂർണ്ണമായ രീതിയിൽ രാത്രി മുഴുവൻ ഇരുന്ന് ദിവ്യകാരുടെ സന്നിധിയിലിരുന്ന് ആരാധനയും പ്രാർത്ഥനയും നടത്തിയ ടീം ഷക്കീന ലോകം മുഴുവൻ ഉണർന്നിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു വലിയൊരു യുഗാന്ത്യ സഭയെ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ പെന്തക്കോസ്തായുടെ വലിയ ചൈതന്യത്താൽ നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലൂക്കാസ് സുവിശേഷം നമ്മൾ 11ാമത്തെ അധ്യായത്തിൽ കാണുന്ന പോലെ പ്രിയപ്പെട്ട ബ്രദർ പറഞ്ഞ പോലെ എത്രയധികമായി തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അവിടുന്ന് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പരിശുദ്ധാത്മാവിനെ പ്രിയപ്പെട്ടവരെ ദാഹിച്ച് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാനായിട്ട് ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. വലിയൊരു ദാഹമുണ്ടാകട്ടെ പരിശുദ്ധാത്മാവ് നിറയാൻ. കർത്താവിൻ്റെ ആ വചനം നമുക്കിങ്ങനെ ശിരസാ വഹിക്കാം. നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ വസിക്കുവിൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരവും പൈശാചിക ബാധകളും ഒക്കെ ഒറ്റ സുവിശേഷ പ്രസംഗത്തിലൂടെ തന്നെ സംഭവിക്കും. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമ്മളൊരു ട്രെയിനിങ് ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് കാത്തിരുന്ന് കഴിയുമ്പോൾ ഈ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ശക്തി പ്രാപിക്കും. അതീന്ദ്രിയ ജ്ഞാനം പരിശുദ്ധാത്മാവ് സ്ലീഹന്മാർക്ക് നൽകും. പൗലോസ് സ്ലീഹ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായി പ്രഖ്യാപിക്കുന്നവരെയും വചനം പ്രസംഗിക്കുന്നവരെയും മാന്ത്രിക വിദ്യ കാണിക്കുന്നവരെയൊക്കെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവരുടെ ഉള്ളിലുള്ള തിന്മയുടെ അരൂപിയെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ സാബൂളിനും പത്രോസിനും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒരു കാലത്ത് ഈശോടൊപ്പം നടന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ട് പുറകിൽ നിൽക്കുന്ന പത്രോസിനെ നോക്കിയിട്ട് ഈശോ പിന്തിരിഞ്ഞ് പറയുന്നുണ്ട്, പത്രോസേ, നിന്റെ ചിന്ത ദൈവികമാണ് അല്ല, അത് മാനുഷികമാണ് എന്ന് പറയുന്നത് പത്രോസ് എന്ന് വിളിച്ചിട്ടല്ല. കാരണം ആ സമയത്ത് പത്രോസിലേക്ക് പ്രവേശിച്ച തിന്മയുടെ അരൂപിയെ കണ്ടുകൊണ്ട് ഈശോ പത്രോസിനോട് പറയുക, സാത്താനെ, നിന്റെ ചിന്ത. കാരണം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, താൻ സ്വർഗത്തിന് താക്കോൽ ഏൽപ്പിക്കാൻ പോകുന്നവൻ, ശിഷ്യപ്രമുഖനായിരിക്കുന്നവൻ ആ സമയത്ത് സംസാരിച്ചത് തിന്മയുടെ അരൂപിയാണെന്ന് ഈ ദൈവത്തിനറിയാം. പ്രിയപ്പെട്ടവരെ, അതുപോലെയാണ് പരിശുദ്ധാത്മാവിൽ നിറയുന്ന ശുശ്രൂഷകർക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുന്ന ശുശ്രൂഷകർക്ക് ഇത് പരിശുദ്ധാത്മാവാണോ സംസാരിക്കുന്നത്? അത് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിട്ടുള്ള തീരുമാനങ്ങളാണോ, ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടുള്ള പ്രോഗ്രാമുകളാണോ, ശുശ്രൂഷകളാണോ എന്ന് കൃത്യമായിട്ട് ആത്മാവുള്ളവർക്ക് വിവേചിച്ചറിയാൻ വേണ്ടി പറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയണം. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ മണിക്കൂറുകളിൽ ചോദിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി ശക്തമായി ദാഹിക്കുക. ഈ സമരസഭയിൽ പ്രിയപ്പെട്ടവരെ കൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് യുദ്ധത്തിലേർപ്പെടാം. കാരണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ വചനം നമുക്ക് ഈ ഡുനാമിസ് പവർ റിട്രീറ്റിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്നു കൊണ്ട്, ദിവ്യകാരുണ്യത്തിൻ്റെ ചൂടിനോട് ചേർന്നിരുന്നു കൊണ്ട് നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം.
കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു കർത്താവ്, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നൊരു ദൈവം, എനിക്ക് വേണ്ടി രാപകലില്ലാതെ വിശ്രമമില്ലാതെ എനിക്ക് വേണ്ടി എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് എന്നിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവ് എന്നിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ പോകുമ്പോൾ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനോട് സന്നിധിയിൽ നമുക്ക് ചോദിക്കാം. ലൂക്കാ സുവിശേഷം 11:9 പറയുന്ന പോലെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ. കാരണം ഇതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പരിശുദ്ധാത്മാവിന് ലഭിക്കണേ നമുക്കറിയാം. ദാഹിക്കണം, ചോദിക്കണം, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കണം, അതിനുവേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയുവാൻ സഭ വീണ്ടും നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം, അവിടുത്തെ ആരാധിച്ച് അവിടുത്തെ സ്നേഹത്തോടെ കുമ്പിട്ട് വണങ്ങിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് നമ്മൾ ലൂക്കാ സുവിശേഷം 10:21 കാണുന്നുണ്ട്. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങിവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഈ പുത്രനായ ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഈ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം അവന് വെളിപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്താൽ സഭയെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. രാജാക്കന്മാരും പ്രവാചകന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു. പഴയ നിയമത്തെ കോട്ട് ചെയ്തുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ ആ കാലഘട്ടത്തിലുണ്ട് പലർക്കും കഴിഞ്ഞിരുന്നില്ല. കാരണം അതുവരെയും പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. പെന്തക്കുസ്തായിലാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ചൈതന്യം ആഴത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ജലത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഈ ചൈതന്യം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു സാവൂളും ദാവീദും അതുപോലെ സാംസണും ഒക്കെ. പരിശുദ്ധാത്മാവ് വിട്ടുപോയെങ്കിലും ഈ ആത്മീയ ശക്തി അവരുടെ മേലുണ്ടായിരുന്നു. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ കാണാൻ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ, ഈ ആവാസം നിറയുവാൻ, ഈ സമരസഭയിൽ യുദ്ധം ചെയ്ത് വിശുദ്ധരാകാനുള്ള വിളി ലഭിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പെന്തക്കോസ്തായ്ക്ക് ശേഷമുള്ള സഭയിലെ അംഗങ്ങൾക്കാണ്. അത് കൂടുതലായിട്ട് യുഗാന്ത്യത്തിന് മുമ്പായിട്ട് തൻ്റെ മക്കളെ വീണ്ടും ഉണർത്തുവാൻ വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഈ പെന്തക്കോസ്ത അഭിഷേകം സ്വീകരിക്കുവാൻ നമുക്ക് ദാഹത്തോടെ തമ്പുരാൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. വലിയ വിടുതലുണ്ടാകട്ടെ, വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കരമടിച്ച് സന്തോഷത്തോടെ ആത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം എല്ലാ മക്കളിലേക്കും ശിശുക്കൾക്കും മുലയൂട്ടുന്നവർക്കും കർത്താവേ ഉദരാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളിലും കർത്താവേ യുവജനങ്ങളിലും വൃദ്ധന്മാരിലും നവദർശനങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. ജോയൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ നൽകണമേ. ആഗ്രഹത്തോടെ വലിയ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നു. മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താൻ
സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ, ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ വിളി ആത്മാവേ, പരിശുദ്ധാത്മാവേ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. ധീരതയോ വീണ്ടും മയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും മയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹത്തിനാത്മാവേ ഞങ്ങളിൽ നിറയണമേ. സ്നേഹത്തിനാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ വിളി ആത്മാവേ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശിരസ് നമിച്ച് ദിവികാരണത്തിലേക്ക് നോക്കി. നമ്മുടെ കുടുംബങ്ങളിലും സന്യാസ ഭവനങ്ങളിലും നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും യാത്രയിലുമൊക്കെ ആയിരിക്കുന്നവർ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം നമ്മൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയാനുള്ള, പരിശുദ്ധാത്മാവിൽ നിറയുവാനുള്ള ഒരു വലിയ സ്നേഹം നിറഞ്ഞ വഴിയാ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലായിരിക്കുക. ആ സാമീപ്യം അനുഭവിച്ചറിയുക, കർത്താവിനോട് കൂടെ ആയിരിക്കുക. നമുക്കൊരുമിച്ച് ഈശോയുടെ സ്നേഹത്തോട് ചേർന്നിരുന്നു കൊണ്ട് ആത്മന ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒപ്പം ഈ ഡുനാമിസ് പവർ റിട്രീറ്റിൽ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരായ വ്യക്തികളെ ബേബി ചേർത്തല, ജാൻസി ചാക്കോ ബാംഗ്ലൂര്, ജോബി തലനാട്, എൽസി കാട്ടൂര്, എൽസമ്മ തൃക്കുടിത്താനം, അതുപോലെ ജോസഫ് ദുബായി, ജെസ്സി കളമശ്ശേരി, ലിനു കുറവലിങ്ങാട്, റോസി തലോറ്, റോസമ്മ കരിമണ്ണൂര്, ലിഞ്ചു കരിമണ്ണൂര്, അനിറ്റ് ആലപ്പുഴ, ലില്ലി വെള്ളറട, ഗ്രേസി കല്ലൂർക്കാട് എന്നിവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, സിന്ധു കൊല്ലം, നിതിൻ, മേഴ്സി കേളമംഗലം, തോമസ് അടിമാലി, ജോസഫ് ചിങ്കക്കുന്ന്,
വിൻസി എറണാകുളം, ബിബിൻ ചമ്പക്കുളം, ആൻമേരി ആലപ്പുഴ, മേരി ആനപ്പാറ എന്നിവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. അനേകം ആളുകൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൻ്റെ 9:31 നമ്മൾ കാണുന്നില്ലേ, അപ്പസ്തോലന്മാർ വഴി വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. സാവൂൾ ജെറുസലേമിലെത്തി തിരുവചനം പ്രസംഗിക്കാൻ തുടങ്ങി. സാവൂളിനെ ആദ്യ കാലഘട്ടങ്ങളിൽ ആളുകൾക്കൊക്കെ ഭയമായിരുന്നു. എന്നാൽ ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നിറഞ്ഞ സാവൂള് എത്രമാത്രം ദൈവവചനത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടേണ്ടി വരുമെന്ന് കർത്താവ് ഉറപ്പ് നൽകിയ ആ സാവൂള് പൗലോസായി മാറിയ ഈ സാവൂള് പ്രത്യേകമായിട്ട് വചനം പ്രസംഗിക്കാൻ തുടങ്ങി. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഗലീലയുടെ പല പ്രദേശങ്ങളിലും ഈ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സഭയിൽ വലിയ സമാധാനമുണ്ടായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വലിയ ശുശ്രൂഷകൾക്കായിട്ട് ഈ ദിവസങ്ങളിൽ നാം ദാഹിച്ച് പ്രാർത്ഥിക്കണം. ഷെക്കിന ടീം ഒരുമിച്ച് പ്രത്യേകമായിട്ട് ഒരുങ്ങുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ വലിയ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട്. ഡുനാമിസ് പവർ റിട്രീറ്റിൻ്റെ 2ാം ഭാഗവും അന്ത്യകാല പ്രേക്ഷിതരുടെ 2ാം ഭാഗമൊക്കെ ചെയ്യാനായിട്ട് എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും, ദാനിയേലച്ചൻ്റെയും ഡൊമിനിക്കച്ചൻ്റെയും അതുപോലെ സഹിയോൻ ധ്യാന കേന്ദ്രത്തിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും ഷാലോം ടെലിവിഷനിലും ഗുഡ്നസ്സിലും ഒക്കെ ആയിട്ട് ഈ പെന്തക്കുസ്തായുടെ ഡൽഹിയിലും എല്ലാ രാജ്യങ്ങളിലും ഈ പെന്തക്കുസ്തായുടെ വലിയ ഒരുക്കങ്ങൾ നടക്കുകയാണ്. പ്രാർത്ഥിക്കണം സഭ മുഴുവന് വേണ്ടി. കാരണം എന്താ, സഭ മുഴുവനിലും സമാധാനമുണ്ടാകണം. എല്ലാ ഇടങ്ങളിലും ഈ സമാധാനം ചലിക്കണം. ദൈവവചനം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഈ സമാധാനമുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ച് ഭവനങ്ങളിലായിരിക്കുന്നവര് ഒരുപക്ഷെ രോഗികളായിരിക്കാം, പലതരത്തിൽ ദേവാലയത്തിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളവരായിരിക്കാം. അവരെല്ലാം സഭയ്ക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കണം. കാരണം അതാണ് അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴി അവരെല്ലാം പരിശുദ്ധാത്മാവ് അവരെന്ത് ചെയ്തു, ദാഹിച്ച് കാത്തിരിക്കുക കൈവപ്പ് ശുശ്രൂഷ ലഭിക്കാൻ വേണ്ടി. ഒരു കാലഘട്ടത്തിൽ സഭയിൽ എങ്ങനെയായിരുന്നു, അവർ ദാഹിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുമ്പോൾ അപ്പസ്തോലന്മാർ വന്ന് ഓരോ സഭാ സമൂഹത്തിലുള്ളവരെ പ്രത്യേകം കണ്ട് അഭിഷേകം ചെയ്ത് കൈവപ്പ് ശുശ്രൂഷ നടത്തി അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാക്കി മാറ്റി. അങ്ങനെ നമ്മുടെ ശുശ്രൂഷകരിലേക്ക്, നമ്മുടെ പുരോഹിതരിലേക്ക്, നമ്മുടെ വചനപ്രഘോഷകരിലേക്ക്, ആത്മായ ശുശ്രൂഷകരിലേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തമായി നിറയാൻ പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും സഭ വളർന്നു വികസിച്ചത്. ഹല്ലേലൂയ. അതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:31 പറയുന്നത്. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ചുറ്റി സഞ്ചരിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാൻ അനേകം സുവിശേഷ പ്രഘോഷകരെ, അനേകം വൈദികരെ, ആത്മായ ശുശ്രൂഷകരെ ഈ കാലഘട്ടത്തിൽ ഉണർത്തണമേ, ഉയർത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അനേകം യുവജനങ്ങളിലേക്ക് ഈ ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഒഴുകിയിറങ്ങുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി ഒന്ന് കരങ്ങൾ ഉയർത്താം. കർത്താവ് സ്വപ്നം കാണുന്ന ദൈവരാജ്യത്തിൻ്റെ തൻ്റെ മക്കളെല്ലാം കൂട്ടിക്കൊണ്ടുപോയി പിതാവ് ഒരുക്കിയിരിക്കുന്ന ആ നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ, വചനം പ്രസംഗിക്കുവാൻ, വചന പ്രഘോഷകരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈ കാലഘട്ടത്തിന് വേണ്ട വലിയ കൃപകൾ കൊണ്ട്, ശക്തി കൊണ്ട്, സ്വാഭാവികമായ നന്മകൾ കൊണ്ട്, അതിസ്വാഭാവികമായ കഴിവുകൾ കൊണ്ട് ശുശ്രൂഷകരെ ഉണർത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയിൽ സമാധാനമുണ്ടാകുവാൻ, അത് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ, വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അതുപോലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും, ഏഷ്യ ഭൂഖണ്ഡത്തിലും, അന്റാർട്ടിക്കയിലും, ആഫ്രിക്കയിലും, എല്ലായിടങ്ങളിലും, യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഉണ്ടാകുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്താം. സമാധാനം ഉണ്ടാകട്ടെ. യുദ്ധത്തിൽ നിന്നും, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, മദ്യത്തിൽ നിന്നും, ജഡിക പാപത്തിൽ നിന്നും, കുടുംബ തകർച്ചകളിൽ നിന്നും ഈ സമൂഹം വിശുദ്ധീകരിക്കപ്പെടുവാൻ, സമാധാനമുണ്ടാകുവാൻ, ശക്തി പ്രാപിക്കുവാൻ, ദൈവഭയം ഉണ്ടാകുവാൻ സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ.
ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിന്റെ ശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറങ്ങണേ. ഓ സ്വർഗകനലെ നാവിലെന്നെ തൊടണേ, ഓ സ്വർഗകനലെ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ, യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിന്റെ ശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിന്റെ ശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗകനലെ നാവിലെന്നെ തൊടണേ, ഓ സ്വർഗകനലെ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെന്നും ഘോഷിക്കാൻ, യേശുനാമം പുണ്യനാമം പാരിലെന്നും ഘോഷിക്കാൻ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിന്റെ ശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിന്റെ ശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നോ നീ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. സഭ മുഴുവനിലും സമാധാനമുളവാകുവാൻ, കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും പിടിയിൽ അമർന്നിരിക്കുന്ന യുവജനങ്ങളിലേക്ക് അനേകം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഓർത്തുനിന്ന് വേദനയോടെ കഴിയുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വലിയ മാനസാന്തരം സംഭവിക്കട്ടെ. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ശക്തിയാൽ പാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. യേശുനാമത്തിൽ ഈ ഡുനാമിസ് പവർ റിട്രീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിലേക്ക് ദൈവിക ചൈതന്യം വ്യാപരിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ സമയം കുടുംബങ്ങളിൽ, സഭയിൽ യാത്ര ചെയ്യുന്നവരിൽ, പാപികളിലേക്ക്, പീഡിതരിലേക്ക്, രോഗികളിലേക്ക്, തളർവാദ രോഗികളിലേക്ക് ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. മാനസാന്തരത്തിന്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് ഈ സമയം പെയ്തിറങ്ങട്ടെ. കർത്താവേ, വർഷങ്ങളായി കുമ്പസാരിക്കാത്തവർ, അനുതാപം ആവശ്യപ്പെടാതെ ജീവിതത്തിൽ ഇന്നും തകർച്ചയിൽ കഴിയിരിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവ ചൈതന്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന. ഓ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, അരൂപിയാൽ നിറയാൻ കവിയാൻ വീണ്ടും പാടി പ്രാർത്ഥിക്കാം. ഒരു കാലഘട്ടത്തിൽ സഭയെ ഉണർത്തിയ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തമായ ഗാനം വീണ്ടും സഭ മുഴുവനിലും ഒരു പുതിയ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയട്ടെ സഭ മുഴുവനിലും. തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തമായ അരൂപി കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. പാപത്തിന്റെ കെട്ടുകൾ തകരട്ടെ. പാപബന്ധനങ്ങൾ, കോട്ടകൾ, വിള്ളലുകളും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിലേക്ക് സ്ഥാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ കുടുംബങ്ങളിലേക്ക്, സഭകളിലേക്കും ശുശ്രൂഷ കേന്ദ്രങ്ങളിലേക്കും ശുശ്രൂഷകരിലേക്കും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം, ശക്തി നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. കരങ്ങളടിച്ച് സന്തോഷത്തോടെ
അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. അരൂപിയാൽ നിറയാൻ കവിയാൻ വരുന്നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാനസാന്തരവും അത്ഭുതവും അടയാളങ്ങളും രോഗശാന്തിയും കർത്താവേ പൈശാചിക ബന്ധനങ്ങളും അകറ്റി അങ്ങേ ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ കുടുംബങ്ങളിൽ നൽകട്ടെ കർത്താവേ. അരൂപിയാൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കുടുംബങ്ങളിലുള്ള ബന്ധനങ്ങള്, രോഗങ്ങള്, തടസ്സങ്ങള്, പൈശാചിക സ്വാധീനങ്ങള്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന യുവജനതയെ ഈ സമയത്ത് വീണ്ടെടുക്കണമേ കർത്താവേ. ജഡിക പാപങ്ങൾക്ക് അടിമകളായിരിക്കുന്നവരെ, ദാമ്പത്യ വിശ്വസ്തത വെടിയുന്നവരെ ഈ സമയത്ത് വീണ്ടെടുത്ത് വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയട്ടെ, അരൂപിയാൽ നിറയട്ടെ. വചനത്തിൻ അഭിഷേകത്താൽ വരുന്നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. വചനത്തിൻ അഭിഷേകത്താൽ വരുന്നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. രണ്ട് കരങ്ങളും ഉയർത്തി ഒറ്റ വിളി. പരിശുദ്ധാത്മാവേ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും കുടുംബത്തിൽ നകലട്ടെ. സഭയിലുള്ള കർത്താവേ അനൈക്യങ്ങള്, വിദ്വേഷങ്ങള്, വെറുപ്പുകള്, എല്ലാ തരത്തിലുള്ള വഴക്കുകള്, വിദ്വേഷം, മാത്സര്യം, ക്രോധം, ദൂഷണം യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ കർത്താവേ. സഭയിൽ ഐക്യമുണ്ടാകട്ടെ, പരസ്പര സ്നേഹമുണ്ടാകട്ടെ കർത്താവേ. സഭയിൽ വലിയ സമാധാനമുണ്ടാകട്ടെ കർത്താവേ. യേശുവേ യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഈ ആരാധനയിൽ ഈ കഴിഞ്ഞ 9 ദിവസങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവര്, പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരുന്നവരെല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം. കർത്താവ് അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ പുതിയ സ്നാനം നൽകി, പുത്തൻ അഭിഷേകം നൽകി നിറയ്ക്കുവാൻ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, രക്തസാക്ഷികളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, സഭാപിതാക്കന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, കർത്താവേ വിശുദ്ധർക്ക് വലിയ കൃപകൾ കൊടുത്ത പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്കും വന്ന് നിറയണമേ. ഈ ആരാധനയ്ക്ക് നിയോഗം നൽകിയിരിക്കുന്നവരിലേക്ക്, ഷക്കിന മിനിസ്ട്രിയിലേക്ക്, ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകരിലേക്ക് കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലേക്കും, എല്ലാ വചന പ്രഘോഷകരിലേക്കും അവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമാ. കർത്താവ് കൊടുത്ത കൃപാവരവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ജീവിതകാലം അത്രയും വിശ്വസ്തയോടെ ജീവിക്കുവാൻ, അവിശ്വസ്തത തൊട്ടു തീണ്ടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഈ ആത്മാക്കളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഡുനാമിസ് പവർ റിട്രീറ്റിലൂടെ ഈ ദിവസങ്ങൾ കടന്നുപോയവരെല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം. പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയുള്ള ഈ 40 മണിക്കൂർ ആരാധന തുടരുകയാണ് 10:30 ശേഷം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ ആഗ്രഹത്തോടെ തുടർന്നും പ്രാർത്ഥിക്കാം. നാളെ രാത്രി 12 മണി വരെ യുഗാന്ത്യ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകമുണ്ടാകുന്ന പെന്തക്കോസ്തായുടെ സ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവം ചൊരിഞ്ഞ ഈ ഡുനാമിസ് പവർ റിട്രീറ്റിനെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ദിവികാരുണ്യ സന്ദർശനയിൽ നമുക്ക് മുട്ടുകുത്തി ഈ ആരാധനയുടെ സമാപന പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം. കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഈ സമയം നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കർത്താവേ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ കുടുംബങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും യാത്രകളിലുമായിരിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളുടെ മേൽ ഈ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നിറയട്ടെ.
രോഗികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ, പാപികൾക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ. കർത്താവേ, കഠിന പാപത്തിൽ വീണിരിക്കുന്നവര് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് മാനസാന്തരത്തിന് ചേർന്ന ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും കുടുംബജീവിതം നയിക്കുന്നവരെയും സമർപ്പിതരെയും വൈദികരെയും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മക്കളെയും ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഉന്നത ശക്തിയാൽ നിറയട്ടെ. ഈശോയുടെ നാമത്തിൽ എല്ലാ ശുശ്രൂഷകളെയും ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഇതാ ഈ ഡുനാമിസ് പവർ റിട്രീറ്റിൽ നിയോഗങ്ങൾ സമർപ്പിച്ചവരെ, പ്രാർത്ഥിച്ചവരെ, സഹായിച്ചവരെ, നേതൃത്വം നൽകിയവരെ എല്ലാം, ദൈവവചനം ശ്രവിച്ചവരെല്ലാം അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്ന് നമ്മുടെ ആരാധന നമ്മുടെ ചാനലിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി പരിശുദ്ധാത്മാവ് വഴി അനുഗ്രഹിക്കട്ടെ. ആമേൻ.